സംസ്ഥാനത്ത് ചുട്ടുപൊള്ളുന്ന ചൂടായിരുന്നു. അതിനിടയിൽ ഒരു ആശ്വാസം എന്ന നിലയിലാണ്. പലയിടങ്ങളിലും വേനൽ മഴ ലഭിച്ചു. പക്ഷേ പലയിടങ്ങളിലും നാശനഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വ്യാപകമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മലപ്പുറം എടവണ്ണയിൽ മിന്നലേറ്റ് ഒരു വയോധികൻ മരിക്കുന്ന നിലയുണ്ടായി. കോഴിക്കോട് മാവൂർ മേഖലയിൽ മരങ്ങൾ കടപുഴകി വീണ് വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. മഞ്ചേരിയിൽ ഓട്ടോറിക്ഷകൾക്ക് മുകളിലേക്ക് മരക്കൊമ്പ് കടപുഴകി വീണു. കൊച്ചിയിൽ കനത്ത മഴയിൽ റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഗോശ്രീ പാലത്തിൽ വലിയ ഗതാഗത കുരുക്കാണ് നേരത്തെ അനുഭവപ്പെട്ടത്. പത്തനംതിട്ട പന്തളം കടക്കാട് ട്രാൻസ്ഫോമറിന്റെ മുകളിലേക്ക് മരം വീണു. തുമ്പമണ്ണിൽ കാറിൽ വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. ആലപ്പുഴ പുന്നപ്ര അറവുകാട് ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ഗോപുരം തകർന്ന് KSRTC ബസിന് മുകളിലേക്ക് വീണു. അപകടത്തിൽ അവിടെ ആർക്കും പരിക്കില്ല എന്നുള്ളതാണ് ആശ്വാസം. ഷബാസ് അഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷബാസ്, നമുക്ക് നേരത്തെ റീജിത്ത് പറഞ്ഞതുപോലെ ഇതൊരു ആശ്വാസമാണ് എന്ന് നമ്മൾ കരുതിയെങ്കിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ പലയിടത്തും മഴ വരുത്തി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നിലവിലെ അവസ്ഥ, എന്താണ്? കനത്ത ചൂടിന് ശമനമായിക്കൊണ്ട് സംസ്ഥാനത്തുടനീളം വലിയ മഴയാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി പെയ്തത്. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ശേഷമാണ് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും കനത്ത മഴ പെയ്തു തുടങ്ങിയത്. അതിനാൽ തന്നെ മഴ ഏറെ നേരം നീണ്ടു നിന്നതോടുകൂടി തന്നെ പല പ്രധാനപ്പെട്ട റോഡുകളുമൊക്കെ വെള്ളത്തിനടിയിലായിരുന്നു. കൊച്ചി നഗരത്തിലെ പല പ്രധാനപ്പെട്ട റോഡുകളിലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി മഴ പെയ്തതോടെ വെള്ളം കയറിയിരുന്നു. ഇതിനാൽ തന്നെ പല റോഡുകളിലും ഗതാഗത കുരുക്കും രൂക്ഷമായിരുന്നു. കൊച്ചി ഗോശ്രീ പാലത്തിലും വലിയ ഗതാഗത കുരുക്കാണ് ഉണ്ടായിരുന്നത്. ഇതുവഴി കടന്നുപോയ നിരവധി വാഹനങ്ങൾ ഏറെ നേരം നിന്നാണ് ഈ പാലത്തിലൂടെ മറുവശത്തേക്ക് എത്താൻ സാധിച്ചത്. ഒപ്പം തന്നെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തും വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. ഹൈക്കോടതി പരിസരത്തുമൊക്കെ വലിയ വെള്ളക്കെട്ടാണ് മഴ മൂലം രൂപപ്പെട്ടത്. ഒപ്പം ആലപ്പുഴ ജില്ലയിലും പല നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആലപ്പുഴ പുന്നപ്ര അറവുകാട് ഭാഗത്ത് ഈ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ഗോപുരം തകർന്നു വീണിട്ടുണ്ട്. KSRTC ബസിന്റെ പുറത്തേക്കാണ് ഈ ഗോപുരം തകർന്നു വീണത്. ആർക്കും പരിക്ക് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശക്തമായ കാറ്റിലും മഴയിലുമാണ് ഈ ഗോപുരം താഴേക്ക് നിലം പൊത്തിയത്. വൈദ്യുത ദീപാലങ്കാരങ്ങൾക്കായി ഒരുക്കിയ ഗോപുരമായിരുന്നു കനത്ത കാറ്റിൽ താഴേക്ക് നിലം പതിച്ചു വീണത്. ദേശീയപാതയിൽ ഇതിനാൽ തന്നെ അരമണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചിരുന്നു. ഒപ്പം പത്തനംതിട്ടയിലും പല നാശനഷ്ടങ്ങളും ഇന്നത്തെ മഴയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട കടക്കാട് ട്രാൻസ്ഫോമറിന് മുകളിൽ മരം വീണുകൊണ്ട് വൈദ്യുതി ഏറെ നേരം അവിടെ സ്തംഭിച്ചിരുന്നു. ഒപ്പം തുമ്പമണ്ണിൽ കാറ്റിൽ വൈദ്യുതി പോസ്റ്റുകളും ഒടിഞ്ഞു വീണിരുന്നു. അത്തരത്തിൽ നിരവധി നാശനഷ്ടങ്ങളാണ് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ ഇന്നത്തെ മഴയിൽ ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം നീണ്ടുന്ന മഴ 9 മണിയോടുകൂടി പലയിടത്തും ശമിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും ഇപ്പോൾ നിലവിൽ മഴ എവിടെയും പെയ്യുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളില്ല. പക്ഷേ നേരത്തെ പെയ്ത മഴയുടെ വെള്ളക്കെട്ടുകൾ പല ഭാഗത്തും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കൊച്ചി നഗരത്തിൽ ചെറിയൊരു മഴ പെയ്താൽ തന്നെ ഏറെ നേരത്തോളം വലിയ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന കാഴ്ചയാണ് നമ്മൾ മുൻപൊക്കെ കണ്ടിട്ടുള്ളത്. അത്തരത്തിലുള്ള സാഹചര്യം തന്നെയാണ് നിലവിലുമുള്ളത്. പല ഭാഗത്തും വെള്ളം ഇറങ്ങി തുടങ്ങുന്നുള്ളൂ. എന്തായാലും വരും ദിവസങ്ങളിലും മഴ ലഭിക്കും. വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഷബാസ് പറഞ്ഞതുപോലെ തന്നെ ഈ കൊച്ചി നഗരത്തിലൊക്കെ വളരെ പെട്ടെന്ന് ചെറിയ മഴയ്ക്ക് പോലും വലിയ രീതിയിൽ വെള്ളം കയറുന്ന നിലയുണ്ടാകും. അത് വെള്ളം കയറുന്ന പ്രതിസന്ധി മാത്രമല്ല, അത് ഉണ്ടാക്കുന്ന ഒരു ഗതാഗത കുരുക്കുണ്ട്. ഗോശ്രീ പാലത്തിലൊക്കെ ഇന്ന് മണിക്കൂറുകളോളം വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന നിലയുണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഷബാസ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.